അടുത്തതായിട്ട് ഗ്രേഡിയൻറ്റ് ടൂളിനെ കുറിച്ച് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ തരാം. ഇതാണ് ഗ്രേഡിയൻറ്റ് ടൂൾ. ഇപ്പോൾ ഗ്രേഡിയൻറ്റ് ടൂൾ ആൻഡ് പെയിൻറ്റ് ബക്കറ്റ് ടൂളാണുള്ളത്. ജി ആണ് അതിൻ്റെ കീ. ഗ്രേഡിയൻറ്റ് ടൂൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ID കാർഡിന് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ നമുക്ക് ഇവിടെ പ്രീസെറ്റ് ഗ്രേഡിയൻറ്റ് ഫിൽസ് കിട്ടുന്നുണ്ട്. ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിക്കുന്നത് പല കളറിനെ ബ്ലെൻഡ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ പ്രീസെറ്റ് ചെയ്ത ഗ്രേഡിയൻറ്റ് ഫിൽസ് കിട്ടും. പിന്നെ നമ്മുടേതായിട്ടുള്ള പുതിയത് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഈ ഓപ്ഷൻസ് ബാർ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് ക്ലിക്ക് ചെയ്തു. ഈ ഒരു സെക്ഷനിൽ നിന്ന് ലെഫ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ എൻറ്റയർ ആക്റ്റീവ് ലെയർ അത് എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് ID കാർഡിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് ടൂളിൽ ഇവിടെ ഇങ്ങനെ ലീനിയർ ഗ്രേഡിയൻറ്റ്, റേഡിയൽ ഗ്രേഡിയൻറ്റ്, ആംഗിൾ ഗ്രേഡിയൻറ്റ്, റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻറ്റ് ആൻഡ് ഡയമണ്ട് ഗ്രേഡിയൻറ്റ് എന്നുണ്ട്. പേര് പോലെ തന്നെയാണ് അതിൻ്റെ എഫക്റ്റ്. നമുക്ക് ഈ ഒരു സെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആംഗിൾ ഗ്രേഡിയൻറ്റ് എന്നുള്ളത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ ആംഗിൾ ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തതാണ്. ആംഗിൾ ഗ്രേഡിയൻറ്റ് തന്നെ ഇങ്ങനെ യൂസ് ചെയ്താൽ ഇങ്ങനെ കിട്ടുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഒരു പാറ്റേൺ സെലക്ട് ചെയ്യാം. ലീനിയർ ഗ്രേഡിയൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഡ്രാഗ് ചെയ്യുന്ന പോലെ തന്നെയാണത്. സ്റ്റാർട്ടിങ് ടു എൻഡ് പോയിന്റ് വരെ ഇങ്ങനെ വരെ നോക്കാം. ഇങ്ങനെ കിട്ടും. റേഡിയൽ ഗ്രേഡിയൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സർക്കുലർ ഷേപ്പിലാണ് ഇത് വരുന്നത്. ചെറിയ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടും വലിയ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വലുതായിട്ടുമുള്ള സർക്കിൾ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. സ്റ്റൈൽ നോക്കാം. ഗ്രേഡിയൻറ്റ് ലൈബ്രറിയാണ്. സ്പെഷ്യൽ എഫക്ട്സ് എന്നുള്ളത് നോക്കാം. സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ആംഗുലർ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്തു. റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് റിഫ്ലക്റ്റഡ് ഗ്രേഡിയൻ്റ് കിട്ടുന്നത്. ഡയമണ്ട് ഗ്രേഡിയൻ്റ് ആണ്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. ചെറുതായിട്ട് കൊടുക്കാം. അപ്പോൾ ദെൻ അങ്ങനെ ഡയമണ്ട് പാറ്റേണിലാണ് ഇത് കിട്ടുന്നത്. ഒപ്പാസിറ്റി ഒക്കെ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും. ഒപ്പാസിറ്റി വ്യത്യാസപ്പെടുത്തിയതാണ് ഇത്. ഇതൊക്കെയാണ് ഗ്രേഡിയൻറ്റ് ടൂളിനെ കുറിച്ചുള്ള ബേസിക് ഇൻട്രൊഡക്ഷൻ.